അവളെന്നോട് പറഞ്ഞു, നീ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഓർത്തു, ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ അവസാനം അതും പറഞ്ഞു. ഹലോ. അപ്പോൾ ഇന്നലെ ആദ്യമായിട്ട് ഞാൻ കുറേ ഷോർട്സ് ഒക്കെ ഇട്ടായിരുന്നു യൂട്യൂബിൽ. പക്ഷെ ഇന്നലെ ആദ്യമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടു. അത് കണ്ടവർ വളരെ ചുരുക്കം. ഞാൻ എപ്പോഴും നോക്കും എത്ര പേര് കണ്ടു എന്ന്. ഇപ്പോൾ വരെ 29 പേരെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ചുമ്മാ ചിലപ്പം വന്ന് കണ്ടതൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ 2-3 പേര് ഉറപ്പായിട്ടും കണ്ടു. അവരതിൻ്റെ അഭിപ്രായം പറഞ്ഞു, വളരെ കാര്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ക്യാമറ ഇങ്ങനെ പിടിക്കുക, ഒത്തിരി ക്യാമറയ്ക്ക് അടുത്ത് നിൽക്കരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ് അവസാനം ഫാമിലി, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, അവളെന്നോട് പറഞ്ഞു, നീ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഓർത്തു, ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ അവസാനം അതും പറഞ്ഞു പോയി. അവളത് പറഞ്ഞ കാരണമാണ് സത്യം പറഞ്ഞാൽ ഓർക്കണേ. അങ്ങനെയൊന്നും പറയാൻ വേണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഇത്രയും പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്. എനിവേ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായത്, ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ ആ ഒരു ഇതിൽ ആരെങ്കിലും കാണുമോ എന്നുള്ള ഇതിൽ നടക്കുക. അപ്പോൾ എൻ്റെ മോനോട് എന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അത് ഏത് വീഡിയോ? അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ യൂട്യൂബിൽ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ടടാ, 5 മിനിറ്റ് ആദ്യമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടു. അന്നേരം അവൻ എന്നോട് അപ്പോൾ അമ്മയുടെ ചാനൽ തന്നെ, ചാനലിൻ്റെ പേര് പറയാം. ഞാൻ സത്യം പറഞ്ഞാവോ, എൻ്റെ ദൈവമേ, ഇവൻ പോലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, കലപില ടോക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ അതെന്ത് പേരാ? ഞാൻ പറഞ്ഞു, ഇത് കലപില ടോക്സ് എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വായി തോന്നണമൊക്കെ പറയണം. അപ്പോൾ അത് കലപില എന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയത്, കലപില എന്നിടാം. അപ്പം അങ്ങനെയാണ് കലപില ടോക്സ്. പിന്നെ എന്തായാലും ഇന്നലെ അവനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു. പക്ഷേ അവൻ എൻ്റെ വീഡിയോ ഒന്നും കണ്ടു കാണിയില്ല. എനിക്ക് ഉറപ്പാ, അവർക്ക് ഇതാണല്ലോ പണി. നമ്മുടെ വൈബല്ല അവരുടെ വൈബ്. എൻ്റെ വൈബ് ആരുടെ വൈബുമായിട്ട് ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ചില വട്ട് പിടിച്ചവരൊക്കെ ഉണ്ട് എൻ്റെ വൈബിന് ഒക്കണവർ, അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഷോർട്സിലൊക്കെ എൻ്റെ വീഡിയോ എൻ്റെ ഗാർഡൻ കാണിക്കാറുണ്ട്. ഗാർഡൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ചെടികളും എൻ്റെ ടൊമാറ്റോ ഇതൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇവിടെ വിൻ്റർ തുടങ്ങുവാണ്, എല്ലാം പോയി. അപ്പോൾ അതൊന്ന് ആദ്യം കാണിച്ചു തരാം. നല്ല ടൊമാറ്റോ ആയിരുന്നു. പക്ഷെ എനിവേ ടൊമാറ്റോ കുറേയൊക്കെ ഞാൻ ഉണ്ടായതെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. കാരണം കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം പുറത്തിറങ്ങി. ഇതാണിപ്പോൾ എൻ്റെ ടൊമാറ്റോയുടെ അവസ്ഥ, എല്ലാം പോയി. ഇതുണ്ട്, എന്ത് നല്ല, എനിക്ക് തോന്നുന്നു 1/2 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ടൊമാറ്റോ 1/2 കിലോ ഉണ്ട്. അത്രയും നല്ല സാധനമായിരുന്നു. ഇത് മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു അറിയോ? ഉണ്ട്, എല്ലാം നല്ലതായിരുന്നു. പക്ഷെ എല്ലാം പോയി. വിൻ്റർ ആ തണുപ്പ് അങ്ങ് അടിച്ചപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടോ, ഇങ്ങനെ കണ്ടോ, അതിങ്ങനെ എന്നാ പറയണേ, തണുപ്പിൻ്റെ ആ ഒരു ഇതും കൊണ്ട് അങ്ങനെ ആയിപ്പോയി. അപ്പം അങ്ങനെ വന്നെല്ലാം പോയി. ഇതൊക്കെയാണ് കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. പക്ഷേ അത് ആദ്യം ഉണ്ടായതൊക്കെ കുറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എനിക്ക് കുറച്ചൊക്കെ കിട്ടി. അത് ഞാൻ എടുത്ത് ഓൾറെഡി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അല്ലേ, ചിലർക്ക് നല്ല കാലം, ചിലർക്ക് ആ സെയിം ടൈം കുറച്ച് പേർക്ക് എന്നാ പറഞ്ഞ ദോഷമായിരിക്കും ആ സമയം. അതേപോലെയാണ് ദൈവം. ഇവരൊക്കെ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ സമയമാണ് ഇപ്പോൾ കിവി ഫ്രൂട്ട് ഉണ്ടോ. അവരങ്ങനെ നല്ല അവരുടെ പ്രതാപകാലം ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ പഴുക്കും. ഫ്രീസറിൽ എടുത്ത് വെച്ച് തക്കാളി കാണിച്ചു തരാം. അതുകൊണ്ട് ഇത്രയും തക്കാളി ഉണ്ട് ഫ്രീസറിൽ. ഇത്രയും തക്കാളി കിട്ടി ഇപ്രാവശ്യം. രാവിലെ എണീറ്റപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഞാൻ ഇന്നാൾ സ്വീറ്റ് കോൺ വാങ്ങിച്ചു 2-3 എണ്ണം. അന്നേരം ഇപ്പോഴും ഓർക്കണം. അത് ഏകദേശം അതിൻ്റെ വെടിയും പുകയും തീരാറായിരുന്നു ഫ്രിഡ്ജിലിരുന്നിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ പപ്പും പൂടയൊക്കെ പൊളിച്ച് അതിനെ അടപ്പത്ത് വെച്ചു. അപ്പോൾ അത് തിന്നാൻ നോക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സിന്ധു കൃഷ്ണയുടെ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയണ്ടായിരുന്നു. പുള്ളിക്കാരി പുള്ളിക്കാരിയല്ല, എനിക്ക് തോന്നുന്നു അവരുടെ മോളുടെ വീഡിയോ ആയിരുന്നു. അതിനകത്ത് എല്ലാവരും ഹോം ടൂർ എന്ന് പറയാനുണ്ട്. പക്ഷേ ഇത് റെഡി ആയിട്ടുണ്ട്. ഹോം ടൂർ എന്ന് പറയാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഹോം ടൂർ കാണിക്കാനായിട്ട് ഞങ്ങളൊന്ന് റെഡി ആവണം. ഞങ്ങളുടെ വീട് അങ്ങനെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കില്ല. അതാണ് എൻ്റെ വീടും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹോം ടൂർ കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഹോം ടൂർ അല്ല, വീഡിയോ ക്യാമറ പിടിക്കണതേ എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്നാളാണ് ഞാൻ കുറേ ദിവസം ഞാൻ എവിടെയാണ് ഞാൻ നോക്കണ്ടേ, ക്യാമറയിലേക്ക് എവിടെയാണ് നോക്കണ്ടേന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാൾ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചിട്ടാണ് പഠിച്ചത്. പക്ഷേ എന്നാലും ഞാൻ ഇപ്പോഴും ഈ സെൻറ്ററിലേക്ക് നോക്കും. എന്നിട്ട് പിന്നെ ഇപ്പം ഞാൻ ഇവിടെ ക്യാമറയുടെ പുറകിൽ നോക്കേണ്ട സ്ഥലത്തേക്ക് ഒരു സാധനം എടുത്ത് വെച്ചു.
അപ്പോൾ അതിനകത്തേക്ക് നോക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് മാക്സിമം അങ്ങോട്ട് നോക്കാൻ ശ്രമിക്കണം. എന്നാലും ഇപ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഈ വീടൊന്നും എപ്പോഴും അങ്ങനെ നന്നായിട്ടൊന്നും കിടക്കണമല്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ ക്യാമറ വെക്കുമ്പോഴത്തേക്കും അയ്യോ അത് വൃത്തികേടൊക്കെ കാണുമോ, വീടിൻ്റെ വൃത്തികേടൊക്കെ കാണുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. എനിവേ കണ്ടാലും നിങ്ങളങ്ങോട്ട് ക്ഷമിച്ചേക്ക്. ഇത് ഏതാണ്ട് 930 അങ്ങോട്ടുള്ള വീട്, 100 വർഷമായ വീടാണ് ഇപ്പം ഞങ്ങൾ താമസിക്കണേ. ഞങ്ങൾ ഇവിടുന്ന് മാറുവാണ് ഉടനെ. അപ്പോൾ നമ്മളൊക്കെ കുറേയൊക്കെ നമ്മൾ എന്നാ പറയണേ നമ്മുടേതായ അത് എന്നാ പറയണേ നാട്ടിലൊക്കെ അടിച്ചു വയ്ക്കണ പോലെ ഓരോ പലയൊക്കെ അടിച്ച് ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് നമുക്ക് പിന്നെ ഒരു പ്രത്യേക ഒരു കബോർഡ് വാങ്ങിക്കാൻ പോകാതെ നമ്മൾ തന്നെ അതൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെയൊക്കെ അങ്ങ് പോകണം. പിന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഇത് വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടിയുണ്ട്. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കാണുന്നവരും പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ നെഗറ്റീവ് കമൻറ്റ്സ് വന്നോ, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നന്നാക്കി ഇടാൻ മേലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയത്തില്ല ഇതിനകത്ത് വല്ലതും ഒക്കെ വന്നോ തോന്നുന്നു. എനിവേ വന്നെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ക്യാമറ വയ്ക്കുമ്പോൾ അത് ശരിയാക്കി എടുക്കാം. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്വീറ്റ് കോൺ സത്യം പറഞ്ഞാൽ നമുക്ക് പണ്ട് നമുക്കത്ര സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമല്ലായിരുന്നല്ലോ സ്വീറ്റ് കോൺ. ഞാൻ ശരിക്കും സ്വീറ്റ് കോൺ ഓർക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബസ്സിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആൾക്കാർ കൊണ്ടുവരും. പിന്നെ ഇങ്ങനെ ചെറിയ നമ്മുടെ തട്ടുകടയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിങ്ങനെ നല്ല ആവി പറക്കണേ അങ്ങനെയാണ് കഴിച്ചേക്കണേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒത്തിരി കിട്ടിയപ്പോഴത്തേക്കും സന്തോഷമായിട്ട്. ഇപ്പം ഈ നാട്ടിൽ കിട്ടണുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ശരിക്കും വീഡിയോ ഇതല്ല ചെയ്യാൻ ഉദ്ദേശിച്ചേ. പക്ഷേ എന്നാ പറയണേ ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും വീഡിയോ കണ്ടവാനായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന സാധനം നാളെ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഒരു നിങ്ങൾക്ക് ഇങ്ങനെ സ്കാം കോൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്ക് വന്ന സ്കാം കോള് ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് വന്ന സ്കാം കോള് അത് പറയാം. അത് ശരിയാണല്ലോ, വീഡിയോയ്ക്ക് ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ഈ വീഡിയോ എടുത്തത്. പക്ഷേ വീഡിയോ വന്ന് ഇത്രയായി. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടെങ്കിൽ താങ്ക്സ്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരു ചാൻസ് കിട്ടും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അപ്പോൾ ഇത്രയും നേരമൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ശരി, ഓക്കെ ബൈ.